DM ചെയ്തിട്ട് ചോദിച്ചിരുന്നു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ ഞങ്ങൾ എന്തൊക്കെ ചെയ്തിരിക്കണം എന്ന്. സോ കമ്മിങ് ടു ദാറ്റ്, ആരായാലും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന മുമ്പ് കുറച്ച് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസും കുറച്ചൊരു ബ്രീഫ് ഒരു നിങ്ങളുടെ ഹിസ്റ്ററി ഒരു ഡോക്ടറായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബേസിക്കലി നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ അവർ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പാസ്റ്റ് ഹിസ്റ്ററി നോക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇഫ് ദാറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് ദ പ്രഗ്നൻസി നമ്മൾ അതിനെ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് അത് കൺട്രോൾഡ് ആണോ എന്നുള്ളത് നോക്കും. ഫോർ എക്സാമ്പിൾ തൈറോയിഡ് ആണെങ്കിലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റുമറ്റോയിഡ് ആർത്രൈറ്റിസോ അങ്ങനെ എന്തെങ്കിലും ഒരു ജോയിൻറ്റ് പ്രോബ്ലംസ് ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസസ് ഉണ്ടെങ്കിലോ മൈൽഡ് ഡയബറ്റീസോ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്തിരിക്കും. സോ യൂഷ്വലി നമ്മളൊരു ബ്ലഡ് കൗണ്ട് ചെയ്യും, തൈറോയിഡ് ചെക്ക് ചെയ്യും, നിങ്ങളുടെ വൈറ്റമിൻ ഡി ലെവൽസ് ചെക്ക് ചെയ്യും, ബ്ലഡ് ഷുഗർ നോക്കും. അതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാൻ പറയും. ഫോർ എക്സാമ്പിൾ ലാക്ക് ഓഫ് സ്ലീപ്പ്, ലാക്ക് ഓഫ് എക്സസൈസ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്തും കൊണ്ട് പ്രഗ്നൻസി ആകുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ഒബീസ് ആണെങ്കിൽ ഓവർ വെയിറ്റ് ആണെങ്കിൽ ഒന്ന് വെയിറ്റ് കൺട്രോൾ ചെയ്തിട്ട് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഓവർ വെയിറ്റ് ആകുമ്പോൾ അതിനായിട്ട് പ്രഗ്നൻസിയിൽ പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ മേജർ ഒരു ഫാക്ടർ പി സി ഒ ഡി ഉണ്ടെങ്കിൽ അത് കൺട്രോൾഡ് ആയിരിക്കണം. അതിനുള്ള മെഡിക്കേഷൻസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രഗ്നൻസി ആകുമ്പോൾ നമ്മൾ പി സി ഒ ഡി കാരണം വരുന്ന കോംപ്ലിക്കേഷൻസ് ലൈക്ക് ഏർലി അബോർഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ എന്തെങ്കിലും മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസോ ഡെഫിക്കേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡ്രഗ്സ് ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടാവും. അതല്ലാതെ ഡെഫിനറ്റ് ആയിട്ടും ഒരു മെഡിസിൻ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് ഫോളിക് ആസിഡ് ആണ്. ഒരു മിനിമം 5 milligrams ഓഫ് ഫോളിക് ആസിഡ്. നമുക്ക് ഒരു ഡയറ്റിലും ഈ 5 milligram ഫോളിക് ആസിഡ് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഈ ഫോളിക് ആസിഡ് സപ്ലിമെന്റ്സ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.